നമസ്കാരം, റിയൽ ന്യൂസ്. ഉണ്ണികുളം ഈയാട് പ്രൈമൽ സ്പോർട്സ് ട്രസ്റ്റ് നേതൃത്വത്തിൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച പ്രൈമൽ സ്പോർട്സ് പാർക്ക് നാടിന് സമർപ്പിച്ചു. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹനാണ് ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചത്. ഈയാട് അങ്ങാടിക്കടുത്ത് 1 ഏക്കർ 4 സെന്റ് സ്ഥലത്ത് 55 ലക്ഷം രൂപ ചെലവിട്ടാണ് സ്പോർട്സ് പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. 180ഓളം വരുന്ന ട്രസ്റ്റ് അംഗങ്ങൾ നൽകിയ ഷെയർ സംഖ്യയിലൂടെയാണ് ഗ്രൗണ്ടിനായി ഫണ്ട് കണ്ടെത്തിയത്. സങ്കീർണതകൾ നിറഞ്ഞാടുന്ന 30 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന സെവൻസ് ഫുട്ബോളിന്റെ മത്സരം കാണുവാൻ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും ഒരിക്കൽ കൂടി സ്റ്റേഡിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്യുകയാണ്. ഉണ്ണികുളം ഈയാട് പ്രൈമൽ സ്പോർട്സ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പ്രൈമൽ സ്പോർട്സ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. പാർക്കിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ നിർവഹിച്ചു. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് ട്രസ്റ്റ് നടത്തിയിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. ഞാൻ മാത്രം എന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ട്. അതല്ല, നമ്മളെല്ലാവരെയും കണ്ടുകൊണ്ട് നമ്മുടെ നാടിനെ സ്നേഹിച്ചുകൊണ്ട് വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. അപ്പോൾ ഇത്തരം ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിലും മറ്റു സമയത്തൊക്കെ ഇവിടെ ഒത്തുചേരുന്നതിനും പലതരം കായിക വിനോദങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതിനും ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കും. അത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതലായി കായിക രംഗത്തേക്ക് ആകർഷിക്കുവാനും മികച്ച കളിക്കാരായി അവരെ മാറ്റുവാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇവിടെ വോളിബോൾ കോർട്ട് ഇടാൻ നമുക്ക് സൗകര്യമുണ്ട്. ബാസ്കറ്റ്ബോൾ കോർട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ സൗകര്യമുണ്ട്. മനോഹരമായി ഫുട്ബോൾ കോർട്ട് ഉണ്ട്. ഷട്ടിൽ ടൂർണമെന്റ് നടത്താനുള്ള സംവിധാനം ഇവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായും കുറച്ചും കൂടിയൊക്കെ ഇത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് എടുക്കണം. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും, ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. എങ്ങനെ നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കും എന്ന് ഇവിടെ ബഹുമാന്യനായ ഡിവിഷൻ മെമ്പർ ഉണ്ട്, ശ്രീ PK ബാബു അവരുകളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ചേർന്നുകൊണ്ട് ബാലാമണി ടീച്ചറുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ഞങ്ങൾ ജനപ്രതിനിധികൾ മെമ്പർമാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ആലോചിക്കും എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടെ. അപ്പോൾ ഞങ്ങളുടേതായ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇവിടെ ഈ നാട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഗ്രൗണ്ടിന് വേണ്ട സഹായം ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കി മുൻപോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഈ ഗ്രൗണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നാടിന് സമർപ്പിക്കുകയാണ്. പ്രൈമൽ സ്പോർട്സ് ട്രസ്റ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈയാട് അങ്ങാടിക്കടുത്ത് 1 ഏക്കർ 4 സെന്റ് സ്ഥലത്ത് 55 ലക്ഷം രൂപ ചെലവിട്ടാണ് സ്പോർട്സ് പാർക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. 180ഓളം വരുന്ന ട്രസ്റ്റ് അംഗങ്ങൾ നൽകിയ ഷെയർ സംഖ്യയാണ് മൂലധനമെന്ന് ട്രസ്റ്റ് ചെയർമാൻ നളിനാക്ഷൻ മാസ്റ്റർ പറഞ്ഞു. നമ്മുടെ നാട്ടിലൊരു കളിസ്ഥലം ഉണ്ടാവണമെന്നുള്ളത് നമ്മളൊക്കെ ചിരകാല അഭിലാഷമാണ്. നേരത്തെ ഞങ്ങളൊക്കെ ക്ലബ്ബുകൾ രൂപീകരിച്ച് കളിക്കാരായിട്ടും കായിക സംഘാടകരായിട്ടും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു കളിക്കളം സ്ഥിരമായിട്ടില്ല എന്നുള്ളത് ഒരു പരാധീനതയായിരുന്നു. അപ്പോഴൊക്കെ ഒരു സ്ഥിരമായ കളിസ്ഥലം നാട്ടിലുണ്ടാവണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. അതിനാവശ്യമായ ഒരു സാഹചര്യം ഒത്തുവന്നത് പിന്നെ ഈ അവസരത്തിലാണ്. ഈ അവസരത്തിൽ എന്ന് പറയുമ്പോൾ ഒരു 2.5 വർഷം മുമ്പ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച അവസരത്തിൽ ഈ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധതയും അതിനാവശ്യമായ സാഹചര്യമൊക്കെ ഞങ്ങൾക്ക് കൈവന്നൊരവസരത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച അവസരത്തിൽ ഞങ്ങൾ അതിനു വേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റിലേക്ക് അംഗങ്ങളെ ചേർത്തുകൊണ്ട് അംഗങ്ങളിൽ നിന്ന് ഷെയർ സംഖ്യ ഈടാക്കിക്കൊണ്ട് ഇതിനാവശ്യമായ വിഭവ സമാഹരണം നടത്തി അതുപയോഗിച്ച് നാടിൻ്റെ ഈയാട് അങ്ങാടിക്കടുത്ത് തന്നെയുള്ള ഒരു വിശാലമായ സ്ഥലം അതിന് വാങ്ങി അതിനൊരു കളിസ്ഥലമാക്കി മാറ്റി കേവലം 2.5 വർഷം കൊണ്ട് അതിനൊരു കളിസ്ഥലമാക്കി മാറ്റി അത് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇനിയും പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 2 വർഷം കൊണ്ട് ഇതിനെ ഒരു എല്ലാം തികഞ്ഞ ഒരു സ്പോർട്സ് പാർക്കാക്കി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ. ടീം പ്രൈമൽ എന്ന് പറയുന്നത് പ്രൈമൽ സ്പോർട്സ് ട്രസ്റ്റ്, അതിൻ്റെ ടാഗ് ലൈൻ, നമ്മുടെ എംബ്ലത്തിൻ്റെ ടാഗ് ലൈൻ 1 ടീം 1 മിഷൻ എന്നാണ്. ഞങ്ങളൊരു ടീമാണ്. ഞങ്ങളുടെ മിഷൻ ഇവിടെ ഒരു പൊതു കളിസ്ഥലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലെ നിർണായക ഘട്ടങ്ങൾ ഞങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ പൂർത്തീകരണത്തിനായി ഞങ്ങൾ വളരെ
ഊർജ്ജസ്വലമായി പ്രവർത്തിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ പ്രയാണത്തിൽ എല്ലാവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചു കൊള്ളുകയാണ്. വിശിഷ്യ സർക്കാരിൻ്റെ, ഗ്രാമപഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ, അതുപോലെ ഏജൻസികളുടെ, അതുപോലെ നാട്ടുകാരെ എല്ലാവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുക. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റ് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ കുറുമ്പയിൽ നിർവഹിച്ചു. കളിക്കളത്തിന്റെ സമർപ്പണ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ. ഉണ്ണികുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷനായി. വല്ലാതെ വികൃതിക്കാരാണ്. നമ്മൾ പറയുന്നത് അനുസരിച്ച് നമ്മുടെ കൂടെ വരുന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? അവർക്ക് എന്ത് എൻഗേജ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്? ആളുകൾക്ക് കൊടുക്കേണ്ട എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ്, അഭിരുചിക്കനുസരിച്ചാണ്, ഇഷ്ടത്തിനനുസരിച്ചാണ്. കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. അത് കൊടുക്കാൻ ഇവിടെയുള്ള ഒരുപറ്റം ആളുകൾ തയ്യാറായി എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട കാര്യമാണ്. സന്തോഷപ്രദമായിട്ട് പ്രൈമൽ സ്പോർട്സ് ട്രസ്റ്റ് സെക്രട്ടറി ടി അബ്ദുൽ മനാഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികളായ PK ബാബു, ബാലാമണി ടീച്ചർ, ഷബ്ന ആറങ്ങാട്, അസ്ലം കുന്നുമ്മൽ, അജിത് കുമാർ ഏറാടിയിൽ, ഷബ്ന AK, ഷമീർ മൂലക്കണ്ടി, നികീഷ് കുമാർ, സനിത VS, കോർഡിനേറ്റർ TK ഇബ്രാഹിം, ഗിരിജ തെക്കേടത്ത്, അതുൽ പുറക്കാട്, അബ്ദുൽ ബഷീർ മഠത്തിൽ, രതീഷ് ഇയാട്, ലീന അമേങ്കലത്ത്, ഹനീഫ NC, നൌഷാദ് EC, രാധാകൃഷ്ണൻ K, ജമാലുദ്ദീൻ KP, ഹരീന്ദ്രനാഥ് ഇയാട്, രാധാകൃഷ്ണൻ PK, നൌഷാദൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്കായുള്ള പ്രദർശന മത്സരവും നടന്നു. ഫുട്ബോൾ ടൂർണമെന്റിൽ ജാസ് നെരോത്ത് വിജയിച്ചു. ഇംബുൾസ് നന്മണ്ട റണ്ണറപ്പുമായി. നിരവധി പേരാണ് ടൂർണമെന്റ് കാണാനെത്തിയത്. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.